2023 നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ആരാന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. SRK ആണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയിരിക്കുന്നത്, അതും ജവാൻ സിനിമയ്ക്ക്. മൈ നെയിം ഈസ് ഖാൻ പോലുള്ള സിനിമയാണ് ജവാൻ്റെ സ്ഥാനത്തെങ്കിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ഡിസർവിങ് ആണെന്ന് പറയായിരുന്നു. ഇതൊരുമാതിരി പരിപാടിയായിപ്പോയി. എന്തായാലും അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയണില്ല. പുഷ്പ സിനിമയ്ക്ക് അല്ലു അർജുന് നാഷണൽ അവാർഡ് കൊടുത്ത ടീമല്ലേ. F1 സിനിമ IMAXിലും കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ സിനിമ എപ്പിക്യൂലും റിലീസ് ചെയ്യും. എക്സ്റ്റൻഡഡ് ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും സിനിമ എപ്പിക്യൂല് വരാൻ പോകുന്നത്. വാർ 2 സിനിമയുടെ UK, അയർലൻഡ് പ്രീമിയർ ഷോസ് ഓഗസ്റ്റ് 13 തുടങ്ങുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി 10:30 ഈ ഒരു പ്രീമിയർ ഷോസൊക്കെ നടക്കുന്നത്. സുമതി വളവ് എന്ന സിനിമ കേരളത്തിലെ ഓപ്പണിംഗ് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് 1 കോടിയോളം രൂപയാണ്. ആസിഫലിയുടെ മിറേജ് എന്ന സിനിമയുടെ പുതിയൊരു പോസ്റ്ററും കൂടി വന്നിട്ടുണ്ട്. കൃഷാന്ത് ഡയറക്റ്റ് ചെയ്യുന്ന സംഘർഷഘടന എന്ന സിനിമ ഓഗസ്റ്റ് 8 തിയേറ്ററുകളിലേക്ക് എത്തും. കൂലി സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. രജനി ലോകേഷ് കോംബോയിൽ പീക്ക് വയലൻസ് തന്നെയായിരിക്കാം കൂലി സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കൂലി സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തു വരും. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നത്. സെൻസർ ചെയ്തതിനു ശേഷം കൂലി സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 48 മിനിറ്റുമാണ്. വിജയ് ദേവരകൊണ്ടയുടെ കിങ്ഡം എന്ന സിനിമയുടെ ഓപ്പണിംഗ് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റഡ് കളക്ഷൻ 34 കോടി രൂപയാണ്. കേരളത്തിൽ 50 ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ. കേരളത്തിൽ ആദ്യ ദിനം മിക്സ്ഡ് ടോക്സ് ആണ് സിനിമയ്ക്ക് വന്നത്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.